നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇനി വിശേഷണങ്ങൾ എന്നൊക്കെ എൻ്റെ വായിൽ അമർഗളമായിട്ട് ഒഴുകുന്നില്ല. ഇനി കാണിച്ചു തരാം. അയ്യേ എന്ന് വെച്ചേക്കല്ലേ, അയ്യേന്ന് വെക്കാന്നില്ല. ഇതുണ്ടോ, ഇതാണ് സാരി. വിസ്കോസ് ജോർജറ്റാണ് മെറ്റീരിയൽ. നമ്മുടെ ചുങ്ങടി പ്രിൻ്റാണ്. പക്ഷെ ഈ സാരി കാഴ്ചയിലിരിക്കുന്ന പോലല്ല, ഉടുത്ത് കഴിയുമ്പോൾ നാളെ ലെവൽ വേറെയാണ്. നിങ്ങൾ വണ്ണമുള്ളവരാണോ, നല്ല വണ്ണമുള്ളവരാണോ ഇത് ഉടുത്തോ, മെലിഞ്ഞവരാണോ ഇത് ഉടുത്തോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല വണ്ണമുള്ളവർക്ക് ഒതുക്കം ഫീൽ ചെയ്യും, വണ്ണം കുറച്ച് തോന്നിക്കും. മെലിഞ്ഞവർക്കാണ് നല്ല ബോഡി ഷേപ്പ് തോന്നിക്കും. നല്ല തുമ്പൊക്കെ നീട്ടിയിട്ട് പോകുമ്പോൾ എന്താ രസം, ഭംഗിയുള്ള ബ്ലൗസ്, ഭംഗിയുള്ള രീതിക്ക് ഇതാ ബ്ലൗസ്. പിന്നെ വിസ്കോസ് ജോർജറ്റിൻ്റെ പ്യുവർ അല്ല, വിസ്കോസ് ജോർജറ്റ് 100% വിസ്കോസ് ജോർജറ്റ് ആണെങ്കിൽ ഇതിന് 1800 ആ ഒരു റേറ്റിലേക്കാണ് പോകുന്നത്. ഇതിപ്പം 1190. പക്ഷെ എല്ലാവർക്കും 1100 അതിന് റേറ്റ് മേടിക്കാൻ അത്ര താല്പര്യമില്ല. കാരണം ഈ സാരി ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നുണ്ട്, അവർ സാധാ സാരി ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ ബ്ലൗസും കൂടെ കൂട്ടി തയ്ച്ച് ഇട്ട് ഇതിൻ്റെ ബ്ലൗസ് തന്നെ തയ്ക്കണം. ഞാനിതേ പറയുള്ളൂ, ഈ വിസ്കോസിൻ്റെ മെറ്റീരിയൽ തന്നെ വേണം ബ്ലൗസ് തയ്ക്കാൻ. വേറെ മെറ്റീരിയൽ ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ സാരി എടുത്ത് നോർത്തപ്പോൾ ഇത് താഴെ പോയി. അത്ര എനിക്ക് നമുക്കറിയുള്ളൂ കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്നതല്ലേ. വേറെ സ്റ്റഫുള്ള വേറെ മെറ്റീരിയൽ ഇതിന് സെയിം കളർ ബ്ലൗസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ബ്ലൗസൊക്കെ പലരുടെയും കയ്യിലൊക്കെ കാണും. അത് വെച്ച് തയ്ക്കുക. നിങ്ങൾ ഇത് വെച്ച് തന്നെ തയ്ക്കണം. ആനയെ വാങ്ങിച്ചു, തോട്ടിയും കൂടെ വാങ്ങിക്കണം. ഇത്രയേ ഉള്ളൂ. മുന്താണിയില്ല, ഒന്നുമില്ല. ഇങ്ങനെയാണ് ബ്ലൗസ്. നല്ല സാരിയാണ്. നല്ല സമയത്തേക്ക് ഒട്ടിക്കിടക്കും. എന്നാ പറയാൻ എനിക്കറിയത്തില്ല. ഇനിയുണ്ടല്ലോ, നല്ല ഇടാൻ പറ്റുന്നവരാണ് ഈ പച്ച ഒരു സ്റ്റഡും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല രസമായിരിക്കും. ഇതൊന്നും പുതിയ പഴയ പച്ച സ്റ്റഡ് ഇടുന്നു, സാരി അങ്ങനെ ഉടുക്കുന്നു, ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നല്ല രസമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതാ അടുത്തത്. ബ്ലൗസ് എല്ലാത്തിൻ്റെയും വേറെയാണ്. ചിലതിന് വേറെയാണെന്ന് തോന്നുന്നു. ഇത്രയും നാൾ എടുത്തതിന് വേറെയാണ്, രണ്ടായിട്ടായിരിക്കുന്നത്. ഇതിപ്പോൾ വയലറ്റ് ആണോ റോയൽ ബ്ലൂ ആണോ? എനിക്ക് ചില സമയത്ത് കളർ അങ്ങോട്ട് പറ്റത്തില്ല കേട്ടോ. റോയൽ ബ്ലൂ ആണോ വയലറ്റ് ആണോ? റോയൽ ബ്ലൂ ആണോ ചോദിച്ചാലേ തനി റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല. റോയൽ ബ്ലൂ അല്ല, ശരിക്കും വയലറ്റ് ആണ്. എൻ്റെ ഒരു നോട്ടത്തിൽ വയലറ്റ് ആണ്. ഇത് മിക്സിങ് ഡൈയിങ് ഞാൻ തോന്നുന്നു. പിന്നെ ഇതുണ്ടല്ലോ, ഹാൻഡ് വാഷേ പറ്റത്തില്ല കേട്ടോ, ഡ്രൈ വാഷേ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് അത്രമേലും അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ കളർ ഗാഡി മുക്കി വെക്കുവാന്ന് ചോദിച്ചാൽ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലും എല്ലാ സ്റ്റേഷനറി കടകളിലും ഇതിൻ്റെ കളർ ഗാർഡ് കിട്ടും. ഇത് ഫാബ്രിക് കളർ ഗാർഡ്, അത് വാങ്ങിക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഈ ഒരു തുണി മുങ്ങാൻ എത്ര വെള്ളം വേണം അത്രയും വെള്ളം എടുക്കുക. കുറച്ച് അത് കലക്കുന്നത് നമ്മളിപ്പം എന്താ പറയുന്നത്, അപ്പോൾ ഇതൊക്കെ കലർക്കില്ലേ, കംഫർട്ട് അങ്ങനത്തെ സാധനമൊക്കെ, അത് കലക്കുന്ന പോലെ കലക്കുക. അതിനകത്ത് മുക്കി വെച്ചിട്ട് അതേപടി എടുത്ത് വിരിച്ചിടുക. പിഴിയല്ല, ഇത് ചെയ്യരുത്, സ്പിൻ ചെയ്യരുത്. എന്നിട്ട് വിരിച്ചിട്ട് കഴിയുമ്പോൾ കളർ കളയിട്ട് പിടിക്കും. അതിനൊരു കോട്ടിങ് ഉണ്ടാവുക ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നോർമലി വാഷ് ചെയ്യുക. അല്ലെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുക. അത് രണ്ടേ ചെയ്യാവുള്ളൂ. കാരണം ഈ ക്രേപ്പിൻ്റെ തുണി ആയതുകൊണ്ട് അതിങ്ങനെ വലിഞ്ഞു വരും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാത്തതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ചാടിക്കേറി ഒന്നും ചെയ്യണ്ട. പക്ഷെ ഭയങ്കര രസമാണ് കണ്ടാ. ഇതിൻ്റെ ഈ വിസ്കോസും ജോർജറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അതിൻ്റെ ഡീപ്പ് കളറാണ് വരുന്നത്. ഗ്രീൻ, പച്ചമഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ലൊരു മഞ്ഞ. ഇവിടെ ഡാർക്ക് പച്ചയ്ക്ക് വരുമ്പോൾ ഒരു സൈസ് ഡാർക്ക് ഷെയ്ഡും ഇവിടേക്ക് മഞ്ഞയ്ക്ക് വരുമ്പോൾ നല്ലൊരു തെളിഞ്ഞ ഷെയ്ഡും വരുവേ. ഭയങ്കര രസം കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ പേഴ്സണൽ എക്സ്പ്രഷനാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമാവുമല്ലോ എനിക്കറിയത്തില്ല. എൻ്റെ പേഴ്സണലി ഞാൻ പറയാം. താഴെ പോവും. കണ്ടോ, നല്ലല്ലേ? ഇപ്പോൾ ഉണ്ടല്ലോ ചോക്ലേറ്റ് ഷെയ്ഡും പീച്ചും ഉണ്ടോ, അല്ലെങ്കിൽ ഓറഞ്ച്. ചിലർ ഓറഞ്ച് എന്ന് പറയും, ചിലർക്ക് പീച്ച് എന്ന് പറയും. നല്ലല്ലേ? ഓറഞ്ചാണോ? അതിന് ഓറഞ്ചിനോട് ഇത്ര ഇഷ്ടമാണ്.
ഇന്നലെ ഞാൻ പറഞ്ഞു കേട്ടോ, ഈ റോബോട്ട് നിൽക്കുന്ന പോലെ അല്ല ക്യാമറ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുക. ഇതാ അടുത്ത് നെറ്റ് കോട്ടയിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്ത എംബ്രോയ്ഡറി വർക്ക്, ബ്ലാക്ക്, എണ്ണക്കറുപ്പിന് 7 അഴക്, എൻ്റെ കൺമണിക്കോ നിറയഴക്, ഈ കൺമണിക്ക് നിറയഴക്. ഞാൻ എല്ലാ സാരിയും കാണിച്ചിട്ട് നല്ലതെന്ന് പറയുന്നതൊന്നും വിചാരിക്കരുത്, നല്ലതായതുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്. ഈ സാരി നെറ്റ് കോട്ടയാണ്, എവർഗ്രീൻ ആണല്ലോ നെറ്റ് കോട്ട. എന്നും ഒരിക്കലും ഫാഷൻ പോകത്തില്ലാത്ത, ഒരിക്കലും മോഡൽ പോകത്തില്ലാത്ത, ഒരിക്കലും ഡിമാൻഡ് കുറയത്തില്ലാത്ത സാരി. അതിൻ്റെ ഈ ക്രോസ് സ്റ്റിച്ച് ആയിട്ട് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന മുന്താണിക്ക് ഇതാണ് കണ്ടോ, ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് സാരി ഫോൾ വെച്ചിട്ടേ ഉടുക്കാവുള്ളൂ കേട്ടോ. സാരി ഫോൾ വെച്ചിട്ട് ഉടുത്തില്ലെങ്കിൽ നെറ്റ് കോട്ടയ്ക്ക് ഒരു ഭംഗിയും കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഈ ഒരു കളർ, ഇവിടുത്തെ കളറുകൾ വ്യത്യാസം വരുന്ന 6 മോഡലാണ് ഇത്. എല്ലാം ഒന്നും തന്നെ, ഇവിടുത്തെ കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണ് സാരി ഇരിക്കുന്നത്. ഇനി ബ്ലൗസ് ചോദിക്കുകയല്ലേ എന്നതാണോ? ബ്ലൗസ് പ്ലെയിൻ നെറ്റ് കോട്ടയുടെ തന്നെ ബ്ലൗസ്. കയ്യേൽ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, നെറ്റ് കോട്ടയുടെ തന്നെ ബ്ലൗസ്. അപ്പോൾ ഈ ബ്ലൗസ് തന്നെ ഇടാനാണെങ്കിൽ നെറ്റ് കോട്ട തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ ഡിസൈൻസ് കാണിക്കാം. ഒന്ന് ഓർത്ത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഡിസൈൻസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ ഇപ്പം മുമ്പേ മറ്റേത് പിങ്കും ബേബി പിങ്കും ആയിട്ട് വന്നു. ഇത് ഓറഞ്ചും പീച്ചും ഗ്രീനും ഒക്കെ ആയിട്ട്. ക്രോസ് സ്റ്റിച്ചാണേ ഫുള്ളേ. താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും എല്ലാം ഒരേപോലെ. നല്ല സാരി കേട്ടോ, നല്ല ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് അതിന് ആ കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുത്തിടുവാണെങ്കിൽ ഒത്തിരി രസമായിരിക്കും, ഒത്തിരി ഭംഗിയായിരിക്കും. ഇപ്പം പള്ളിയിലൊക്കെ പോകാൻ, എവിടെ പോകാനാണെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് നെറ്റ് കോട്ട എന്ന് പറയുന്നത്. കറുപ്പിന് പണ്ടൊക്കെ പല സ്ഥലങ്ങളിലും കറുപ്പ് എന്തോ അശുഭ അങ്ങനെ. പക്ഷെ ഇപ്പം കറുപ്പിനാണ് പവർഫുൾ. കറുപ്പാണ് എല്ലാവരുടെയും ഡിമാൻഡ്. കറുപ്പ് എവിടെ ഇടും? സ്വന്തത്തെ തന്നെയാണോ? അത് തന്നെ ഇത്, അത് കാണിച്ചതാ. അല്ല വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾ നമ്പർ കൂട്ടിയ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുള്ളേ. ഭയങ്കര പണി കിട്ടും ഇത് കേട്ടോ. എന്നാന്നറിയാവോ, നോക്കി അയക്കാവുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമറോട് കാണുന്നവരോടല്ല പറയുന്നത് കേട്ടോ, ഞാൻ ഇവിടെ പറയുന്നതാണേ നോക്കി അയക്കാവുള്ളൂ എന്നൊക്കെ. എന്നാ ചോദിച്ചാൽ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വേറെ ഒന്നിനുമില്ല. അപ്പം എങ്കിലും ആദ്യം കാണിച്ചതിന് ഇപ്പം മൂന്നാമത് കാണിച്ചതിന് ബ്ലൂ. ഈ കളർ ഒരു ബ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നല്ല പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന, പ്ലീറ്റ്സ് ഇടത്തില്ലല്ലോ, ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഇടുന്നവരുണ്ട്, എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പ്ലീറ്റ്സ് ഇട്ട് നല്ല ഞുറുങ്ങി കുത്തി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് പ്ലീറ്റ്സ് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ. ഡെയിലി കൊടുക്കാനൊക്കെ നല്ലത്. എൻ്റെ റേറ്റ് എത്രയാണ്? 1800 രൂപ. റെഡും ബ്ലാക്കും ഒരിക്കലും ഡിമാൻഡ് പോകുകയില്ലാത്ത കോമ്പിനേഷനാണ് റെഡ് ആൻഡ് ബ്ലാക്ക്. ഇനി ഒത്തിരി നാളായില്ലേ നമ്മളിട്ട് സെമി ടെസർ കാണിച്ചിട്ട്. ഞാൻ കുറച്ച് സെമി ടെസർ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാവേ. സെമി ടസറാണ് ഫാബ്രിക്. ഇങ്ങനെ കാന്താവർക്ക് പോലെ ഇങ്ങനത്തെ ചെക്ക് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ചുമടി പ്രിന്റ് എന്ന് പറയാൻ ബാട്ടിക് പ്രിന്റുമായിട്ട്, ചുമടി പ്രിന്റ് എന്ന് ഞാൻ എത്തിച്ച് പറഞ്ഞു, ബാട്ടിക് പ്രിന്റുമായിട്ട് നല്ല ഭംഗിയാണ് സാരി. സെമി ടസറാണ്. ടസറൊക്കെ എന്തിനല്ലേ, ഇതുണ്ടോ തൊട്ട് ഇതിൻ്റെ സ്റ്റഫ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പിടിക്കുമ്പോൾ പ്യുവർ ടെസറെ പിടിക്കുന്ന അതേ ഡെസി ടെസറെ പിടിക്കുന്ന കനം കുറഞ്ഞ അതില്ലേ അതുപോലെ തന്നെയാണ്. ഇനി അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് സെൽഫാണേ, അല്ല സെൽഫ്, സോറി, ബ്ലൗസ് ഇതാ. ഇതിപ്പോൾ ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. അതിൻ്റെ വേറൊരു കളറ്, കളറല്ല കേട്ടോ, വേറെ സാരി. അത് ബാട്ടിക് പ്രിന്റ് അത് മാത്രമേ ഉള്ളൂ. പിടുത്തം കിട്ടുന്നില്ലല്ലോ സാറേ, ഇതെങ്ങനെയാണ്?
ഇപ്പം പിടുത്തം കിട്ടി. ഇരിക്കുന്ന സാരി, ഇത് മുന്താണി. ഇങ്ങനെ ഇരിക്കുന്ന സാരിയെ ബ്ലൗസ് വരും. ബ്ലൗസിൻ്റെ പാർട്ട് വരുമ്പോൾ പ്ലെയിൻ വരും, പക്ഷെ കയ്യിൽ ഈ ഒരു ബോർഡർ വരും. ഇങ്ങനെ ഇരിക്കുന്ന സാരി. ഡ്രൈ വാഷേ പറ്റത്തുള്ളൂ. സെമി ടെസർ അറിയാമല്ലോ, ഡ്രൈ വാഷേ പാടുള്ളൂ, ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു കഴിവുണ്ട്, എല്ലാം ഇങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ ഒരു കഴിവുണ്ട്. അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, റിസ്ക് ചെയ്തോണം. ഇത് പ്രിന്റഡ് ആയിട്ട് വരുന്നത് ഡ്രൈ വാഷ് എന്നും പറഞ്ഞാണ്. സെമി ടെസർ എല്ലാം ഒക്കെ അങ്ങനത്തേതാണ്. ടെസർ, ലിനന്, പിന്നെ വിസ്കോസ്, ഇതെല്ലാം നമുക്ക് ഡ്രൈ വാഷേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് കണ്ടോ, ആഷും പിങ്കും നല്ല കോമ്പിനേഷൻ അല്ലേ. എന്താണ് ഇത്? സിമ്പിളാണ്, പക്ഷെ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ കൊടുക്കാം നമുക്ക്. സെമി ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഒരു നെയ്ബർ ഒരു കല്യാണത്തിനൊക്കെ വിളിച്ചെങ്കിൽ കൊടുത്തോണ്ട് പോകാൻ നല്ല സാരിയാണ്. നമ്മുടെ വീട്ടിൽപ്പെട്ട അടുത്ത ഫസ്റ്റ് കസിൻസിൻ്റെ ഒക്കെ കല്യാണത്തിന് പോകാൻ അത്ര ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല, എൻ്റെ നോട്ടത്തിൽ. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇത് ബ്ലൗസ് കേട്ടോ. ഇതേ കൂടെ സിൽവറാണ് വീവിങ് പോയിരിക്കുന്നത്. മുന്താണിയെ കണ്ടോ, ഈ സിൽവർ വീവിങ്ങാണ് പോയിരിക്കുന്നത്. ഈ സിൽവർ ഷെയ്ഡിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുക, അല്ലെങ്കിൽ വൈറ്റ് മുത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ല ലുക്ക് കിട്ടും. റേറ്റ് കുറവാണ്, റേറ്റ് പറയാവേ, എനിക്കറിയത്തില്ല. ഏതായാലും ബിലോ 1000 ആണ്. 890 ആണെന്ന് തോന്നുന്നു അല്ലേ. 890. ടെസർ 890 രൂപയ്ക്ക്. സെമി ടെസർ നിങ്ങൾക്ക് ഭയങ്കര ലാഭം കേട്ടോ, ഞാൻ ശരിക്കും പറയാം. പീച്ച് ഷെയ്ഡ്, ഡാർക്ക് ചാമ്പയ്ക്ക പീച്ചില്ലേ, അത്. ചാമ്പയ്ക്ക പീച്ച് എന്ന് പറയത്തില്ല, ഇച്ചിരി ഡാർക്കാണ്, നല്ല ഡാർക്ക് പീച്ചാണ്. ഇതേ കൂടെ ഇങ്ങനെ ഒരു ടെമ്പിൾ ബോർഡറോ സിക്സ് ആകോ അങ്ങനെയാണ് പോയിരിക്കും. ഫുൾ ഇങ്ങനെ തന്നെയാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് പ്ലെയിനാണ്. ഇത് വരും ബ്ലൗസ് പ്ലെയിൻ എന്ന് പറയാം. പ്ലെയിനാണ്. ഇന്നത്തെ കളക്ഷൻസ് അത്രേ ഉള്ളൂ. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആവശ്യക്കാരെ ഇപ്പോഴും തീർന്നിട്ടില്ല. കാര്യം കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് നിങ്ങളെ കാണിക്കാത്തത്. ഒരു മിനിറ്റ്. റെഡിമെയ്ഡ് ബ്ലൗസ് പുതിയത് വന്നേക്കുന്നതാണ്. മൊത്തം പൊട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിന്നാ, പക്ഷേ ഇങ്ങനെ കാണിച്ചിട്ട് പുതിയത് വന്നതാ. പുതിയത് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതൊന്നും അല്ല, കുറച്ചായി വന്നിട്ട്. അന്നാ റെഡിമെയ്ഡ് ബ്ലൗസ് വന്ന ആ ഒരു സമയത്ത് വന്നതാണ്. പക്ഷെ എന്തിനാ ഞാനിങ്ങനെ കാണിക്കുന്നില്ല, ഇതിപ്പോൾ കൊടുക്കാൻ പോകുന്നില്ലല്ലോ. അടുത്ത ദിവസം വീഡിയോ കാണിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമുള്ളവർ ഇത് മൾട്ടി കളറുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിന്നീട് ഒരു ദിവസം ഇതെല്ലാം കൂടെ കാണിക്കാം. ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എന്തിനാ കാണിച്ചാൽ നിങ്ങളും ഓർക്കുമായിരിക്കും, വിദ്യക്ക് എന്തിൻ്റെ കേടാ ഇങ്ങനെ കാണിച്ചിട്ട് എന്നാ കാര്യം. ഒന്നുകിൽ അല്ലെങ്കിൽ വിൽക്കി, അല്ലെങ്കിൽ കാണിക്കാതിരിക്കുക അല്ലേ. അതായത് എൻ്റെ ഒരു ശരി. ചുമ്മാ ഒരു രസം ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടേ. ഈ ബ്ലൗസ് എന്നൊക്കെ പറയും. നമുക്ക് എല്ലാ കാര്യത്തിനും എന്നാ പറയുന്നത്, നമുക്ക് എല്ലാത്തിനും ഒരു ഇത് വേണ്ടേ. ഇപ്പോൾ ഒരു കറി വെക്കാനാണേലും അത് കറി വെച്ച് വീട്ടിലുള്ളവർ കഴിച്ച് എന്ന് പറയും. പക്ഷെ പലരും വെട്ടി വീഴുന്നതല്ല, നമ്മളോട് അഭിപ്രായം പോലും പറയത്തില്ല അല്ലേ. പറയുമോ? ഞാനത് ചോദിച്ചു പറയും. പറഞ്ഞേ എന്ന് പറയും. കിട്ടാത്തൊക്കെ ചോദിച്ചു മേടിക്കണമെന്നേ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്നല്ലേ. അല്ലാതെ അവിടെ അഭിമാനബോധം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും കൊണ്ടുത്തരത്തൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. എല്ലാം ചോദിക്കണം. നിങ്ങളപ്പോൾ എല്ലാവരും ഈ സാരി വാങ്ങിക്കണം, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.